കോന്നി സുരേന്ദ്രനും വിക്രമും കുഞ്ചും ഉൾപ്പെടുന്ന സംഘം ഈ വീണുപോയ ആനയെ മയക്കത്തിൽ നിന്ന് പതിയെ ഉണർത്തി ലോറിയിലേക്ക് കയറ്റുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ മുഴുവൻ ന്യൂസ് 18 പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇന്ന് രാവിലെ ഏറ്റവും ആദ്യം ഈ ആന വനം വകുപ്പിൻ്റെ ഒരു ദൃശ്യപഥത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു നിരീക്ഷണ വലയത്തിലേക്ക് എത്തിയപ്പോൾ മുതലുള്ള മുഴുവൻ ദൃശ്യങ്ങളും പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. ആദ്യം വളരെ പെട്ടെന്ന് ഈ ആന നമ്മുടെയൊക്കെ ഒരു ഫ്രെയിമിലേക്ക് വരുന്നു. തൊട്ടു പിന്നാലെയാണ് ശ്രദ്ധിച്ചപ്പോൾ മറ്റൊരു കാട്ടാന കൂടി ഉണ്ടായിരുന്നു. അത് നാട്ടുകാരൊക്കെ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പേരിട്ട് വിളിക്കുന്ന മറ്റൊരു കാട്ടാനയായിരുന്നു. അവർ രണ്ടുപേരും കൂടിയാണ് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഈ സ്ഥലത്തേക്ക് എത്തിയത്. തിരിച്ച് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ സ്ഥലത്തേക്ക് എത്തുമ്പോൾ മുതൽ കൂടെ ഈ ആന കൂടി ഉണ്ടായിരുന്നു, ഗണപതി എന്ന കാട്ടാന കൂടി ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് നമ്മുടെയൊക്കെ മനസ്സിനെ തൊടുന്ന, ഹൃദയത്തെ തൊടുന്ന ദൃശ്യങ്ങളാണ്. അത് മയക്കുവെടിയേറ്റ കാട്ടാനയ്ക്കൊപ്പം തന്നെ ഈ ഗണപതി എന്ന കാട്ടാന കൂടി നിൽക്കുന്നു. തുമ്പിക്കൈ കൊണ്ട് അതിനെ ആശ്വസിപ്പിക്കുന്നു, അതിനെ ചേർത്ത് നിർത്തുന്നു. ഇത്തവണ ഈ കിടത്തി ചികിത്സ ആവശ്യമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി വിശദമായ ചികിത്സ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അല്പം കൂടിയ ഡോസാണ് മയക്കുവെടി നൽകിയിരുന്നത്. നിൽക്കാനുള്ള സ്റ്റാൻഡിംഗ് പൊസിഷനിലുള്ള മയക്കുവെടി അല്ല നൽകിയിരുന്നത്, അല്പം കൂടിയ ഡോസാണ്. അതുകൊണ്ട് തന്നെ ആന വീഴുന്നതാണ് നമ്മൾ അടുത്ത ദൃശ്യങ്ങളിൽ കണ്ടത്. ആ വീഴുന്ന സമയത്തും അതിന് തൊട്ട് മുൻപത്തെ സെക്കൻഡ് വരെ ചേർത്ത് നിർത്തിയിരുന്ന ഗണപതിയെ പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വെടിവെച്ച് ശബ്ദമുണ്ടാക്കി കാട്ടിലേക്ക് തിരിച്ചയച്ചു. അതിനുശേഷമാണ് ചികിത്സയുടെ ദൗത്യം ആരംഭിച്ചത്. നോക്കൂ, ആ ദൃശ്യങ്ങളിൽ കാണാം. അതിന് ഒരു അപകടം പറ്റുന്നു എന്ന ആധിയിൽ കൂടെ നിൽക്കുന്ന ഏഴാറ്റുമുഖം ഗണപതിയെ കാണാം. അത് ചേർത്ത് നിർത്താൻ പരിശ്രമിച്ചിട്ടും ആന ചെരിഞ്ഞ് വീണു. ആ സമയത്താണ് ഗണപതിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശബ്ദമുണ്ടാക്കി കാട്ടിലേക്ക് തിരിച്ചയക്കുന്നത്. അപ്പോഴും ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു. കാരണം ആന, ഞാൻ തുടക്കത്തിൽ തൊട്ടേ പറയുന്ന പോലെ, അല്ലെങ്കിൽ ആനയെക്കുറിച്ച് അറിയാവുന്നവരെല്ലാം പറയുന്നത്, ആന മനുഷ്യനേക്കാൾ ശക്തമായ സാമൂഹ്യ ബന്ധങ്ങൾ നിലനിർത്തുന്ന, സോഷ്യൽ ലൈഫ് നിലനിർത്തുന്ന ഒരു ജീവിയാണ്. മറ്റ് കാട്ടാനകൾ തിരിച്ചു വരാനുള്ള സാധ്യതയൊക്കെ അപ്പോഴും ഉണ്ടായിരുന്നു. അതോടുകൂടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ഒരു തിരിച്ച ആനകൾ വരുന്നില്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടി വലിയൊരു സംഘം അവിടെ നിന്നു. അതിനുശേഷമാണ് പ്രാഥമിക ചികിത്സ ആരംഭിച്ചത്. ആ പ്രാഥമിക ചികിത്സ നൽകി ഗ്ലൂക്കോസും വെള്ളവും ഒക്കെ നൽകിയ വെള്ളമൊന്നും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആന ഉണ്ടായിരുന്നത്. അതെല്ലാം നൽകിയ ശേഷം പതിയെ വെള്ളമൊക്കെ ഒഴിച്ച് മയക്കത്തിൽ നിന്ന് ഉണർത്തി പിന്നീടാണ് ഈ 3 കുങ്കിയാനകൾ ചേർന്ന് ആനയെ ലോറിയിലേക്ക് കയറ്റിയത്. ഇന്നത്തെ ദിവസത്തെ മൊമെന്റ് എന്നൊക്കെ പറയുന്നത് ഈ ദൃശ്യമാണ്. ആ മയക്കുവെടി ഏറ്റ ഉടൻ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ചേർത്ത് പിടിക്കുന്ന ഈ ദൃശ്യങ്ങളാണ് ഈ ദിവസത്തെ മൊമെന്റ്സ് എന്ന് പറയുന്നത്. ഈ ദിവസത്തെ മാത്രമല്ല, നമ്മളെപ്പോഴും മൃഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കാറുണ്ട്, മൃഗങ്ങളെപ്പോലെ പെരുമാറുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ മനുഷ്യനേക്കാൾ ആർദ്രമായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ജീവികളുമുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് ആന. അവരുടെ സാമൂഹ്യ ജീവിതമെന്ന് പറയുന്നത് മനുഷ്യനേക്കാൾ ശക്തമായ ബോണ്ടുള്ള സാമൂഹ്യ ജീവിതമാണ്. ആ ജീവിതത്തിൻ്റെ ഒരു കാഴ്ചയായിരുന്നു നമ്മൾ ഇന്ന് രാവിലെ കണ്ടത്. ചേർത്ത് പിടിച്ച് ഞാനുണ്ട് കൂടെ, നീ പേടിക്കണ്ട എന്നൊക്കെ വേണമെങ്കിൽ വായിച്ചെടുക്കാവുന്ന തരത്തിലുള്ള ഒരു എക്സ്പ്രഷനായിരുന്നു ആ ആനകളുടെ ഭാഗത്ത് നമ്മൾ കണ്ടത്. പക്ഷേ അങ്ങനെയൊക്കെ നിന്നിട്ടും അടുത്ത നിമിഷം കുഴഞ്ഞു വീഴുന്ന ആനയെ അവിടെ തനിച്ചാക്കി ഏഴാറ്റുമുഖം ഗണപതിക്ക് കാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. അവർക്ക് അറിയില്ല ഇത് അപകടത്തിൽപ്പെടുത്താനാണോ രക്ഷിക്കാനാണോ എന്നൊന്നും കാട്ടാനകൾക്ക് അറിയില്ലല്ലോ. സ്വാഭാവികമായും ഭയന്ന് ഏഴാറ്റുമുഖം ഗണപതി മടങ്ങിപ്പോയി. ഇനി ഈ ആനയെ തിരിച്ച് ആരോഗ്യവാനായി തിരികെ കാട്ടിലേക്ക് വിടുക, അവരുടെ ഈ അവസാന നിമിഷം വരെ കൂടെ നിന്ന ഈ ഗണപതിയെ പോലുള്ള കാട്ടാനക്കൂട്ടത്തിലേക്ക് മടക്കി വിടുക എന്നതാണ് ഇനി വനം വകുപ്പിന് മുന്നിലുള്ള ഏറ്റവും വലിയ ശ്രമകരമായ ദൗത്യം. കാരണം മുറിവിന് പഴക്കമുണ്ട്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി മുറിവിന് മുന്നിൽ ഈ മുറിവിലേക്ക് ഈ പൊടിമണ്ണ് മാത്രമാണ് വാരിയെറിയുന്നത്. അപ്പോൾ കൃത്യമായ ചികിത്സയുണ്ട്. പക്ഷെ നേരത്തെ ഡോക്ടർ ഈശ്വരൻ പറഞ്ഞതുപോലെ മസ്തകത്തിലെ മുറിവ് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യത കുറവാണ്. അതിൻ്റെ സൈനസ് അറകളിലേക്കൊക്കെ ഇൻഫെക്ഷൻ വരിക എന്നതാണ് ആശങ്കപ്പെടാനുള്ളൊരു കാര്യം. അങ്ങനെ വിശദമായ ചികിത്സയാണ് ഇനിയിപ്പോൾ കോടനാട് അഭയാരണ്യത്തിൽ ഈ ആനയ്ക്ക് നൽകാൻ പോകുന്നത്. ആദ്യഘട്ടത്തിൽ മയക്കുവെടി വെച്ച് അതിന് ചികിത്സ നൽകിയ സമയത്ത് കരുതിയിരുന്നത് ഒരു ആൻറ്റിബയോട്ടിക് ഡോസിൽ തന്നെ അതിൻ്റെ അസുഖം മാറുമെന്നായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. വീണ്ടും നമ്മൾ കണ്ടത്
ഈ ആന വനംവകുപ്പിന്റെ നിരീക്ഷണ വലയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മുറിവിൽ നിന്ന് പുഴു വരുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു. അതേ തുടർന്നാണ് ഇങ്ങനെയൊരു വലിയ ദൗത്യത്തിലേക്ക്, ഒരു ആനയുടെ ജീവൻ രക്ഷിക്കുക എന്ന വലിയ ദൗത്യത്തിലേക്ക് വനം വകുപ്പിന്റെ ഈ സംഘം എത്തിയത്. ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിലുള്ള ഏറ്റവും പ്രഗത്ഭരായ ചികിത്സകരടങ്ങിയ സംഘമാണ് ഇപ്പോൾ ഈ ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. 120 പേരോളം അടങ്ങുന്നതായിരുന്നു ഇന്ന് ഈ ദൗത്യത്തിനായി ഇറങ്ങിയ സംഘം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ആനയെ അവർ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്ന് രാവിലെ പൂർണ്ണ സജ്ജമായ രീതിയിൽ തന്നെ സംഘമെത്തി. അത് ഈ സംഘത്തിന്റെ അവർ പരിപൂർണ സജ്ജമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ആ ആന വീഴുന്ന മിനിറ്റിൽ തന്നെ അങ്ങോട്ടേക്ക് മറ്റേ ആനയെ ഓടിക്കുന്നു. അതിനടുത്ത സെക്കൻഡിൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വളയുന്നു. കുങ്കി ആനകൾ എത്തുന്നു, JCB തൊട്ടടുത്തേക്ക് എത്തുന്നു. അങ്ങനെ എല്ലാം വളരെ കൃത്യമായി ഒരു സിനിമയിൽ എന്ന വണ്ണം തിരക്കഥ കൃത്യമായിരുന്നു. ആ തിരക്കഥയ്ക്കനുസരിച്ച് പ്രധാന കഥാപാത്രങ്ങളായ കുങ്കി ആനകൾ വരെ കൃത്യമായി പെരുമാറിയതോടെ ആ ദൗത്യത്തിന്റെ ആദ്യഘട്ടം ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ആനയുടെ ഏതൊരു ജീവനും വലിയ വലിയ വിലയുണ്ട്. അത് കാട്ടാനയായാലും മനുഷ്യനായാലും കാട്ടിലെ ഒരു ചെറിയ ജീവിയായാലും ഏതൊരു ജീവനും അതിൻ്റെതായ വിലയുണ്ട്, പ്രാധാന്യമുണ്ട്. അത് നമുക്ക് കൂടി പറഞ്ഞു തരുന്നതാണ്. ഈ ആനകളൊക്കെ ഇങ്ങനെ നാട്ടിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആനകളുടെ എണ്ണം കൂടിയതുകൊണ്ടാണ് ഇവയൊക്കെ കൊല്ലണം എന്നൊക്കെ പറയുന്നവരെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു മുറിവേറ്റ ജീവന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാനയെ രക്ഷിക്കുക എന്നത് വനം വകുപ്പിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നാണ്. ആ ദൗത്യമാണ്, വനം വകുപ്പിന്റെ ആ വലിയ ദൗത്യമാണ് ഇപ്പോൾ അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി അടുത്ത ഘട്ടം കൃത്യമായ ചികിത്സ നൽകി ഈ കൊമ്പനെ അതിൻ്റെ മുറിവ് ഭേദമാക്കി തിരികെ ഈ കാട്ടിലേക്ക് തന്നെ അവൻ്റെ കൂട്ടുകാർക്കിടയിലേക്ക് തന്നെ തിരിച്ചയക്കുക എന്നതാണ് ഇനി അടുത്ത ഘട്ടം. അതിൽ കൂടി വിജയിക്കാൻ അവർക്ക് കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം വളരെ വളരെ വിദഗ്ധരാണ് നമ്മുടെ വനം വകുപ്പിൻ്റെ മെഡിക്കൽ സംഘം എന്നത്. അവർക്ക് ഇത്തരം ദൗത്യങ്ങൾ ആദ്യമായല്ല അവർ ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ ഈ ദൗത്യം നമ്മുടെ കൺമുന്നിൽ സംഭവിച്ച നല്ല നിമിഷങ്ങൾ, നമ്മുടെ കൺമുൻപിൽ സംഭവിച്ച വിഷമിപ്പിക്കുന്ന നിമിഷങ്ങൾ, ഉദ്വേഗജനകമായ നിമിഷങ്ങൾ, അതിനൊക്കെ ഒടുവിലാണ് ഒരു ത്രില്ലർ സിനിമ പോലെ ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ആ കുങ്കിയാനകൾ മൂന്നും ചേർന്ന് ഈ ആനിമൽ ആംബുലൻസിലേക്ക് ഈ മുറിവേറ്റ കൊമ്പനെ കയറ്റിയത്. ഇനി അവിടെ അഭയാരണ്യത്തിൽ എത്തിച്ച് ചികിത്സ നൽകുകയാണ് അടുത്ത ഘട്ടം. അപ്പോൾ കോന്നി സുരേന്ദ്രനും കുഞ്ചുവും വിക്രവും ഒക്കെ അവരുടെ റോൾ കൃത്യമായി നിർവഹിച്ചു. ആന ലോറിയിൽ കയറിയിട്ടുണ്ട്. ഇനി അഭയാരണ്യത്തിലേക്കാണ് എത്തിക്കുക. അവിടെ നല്ല ചികിത്സ കിട്ടും. ജീവിതത്തിലേക്ക് തിരികെ ആരോഗ്യവാനായി തന്നെ ആ ആന മടങ്ങിയെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.